ഹായ് ഗൈസ്, ഇന്ന് ഞാനാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചേരാൻ പോവാന്നേ. എനിക്കിന്ന് പോകേണ്ട സ്ഥലമാണെങ്കിൽ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചേറെ ദൂരം പോകണ്ടേ. അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്തിട്ടില്ല, ബസ്സിനാണ് പോകുന്നത്. അതുമാത്രമല്ല ഇനി എന്നും അങ്ങോട്ട് ക്ലാസ്സിന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബസ്സിൽ പോകുന്നതായിരിക്കും ലാഭം. എനിക്കാണെങ്കിൽ ഈ ബസ്സിൽ ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് കുറച്ചുകൂടെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നേരെ ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറി വേണം എനിക്ക് പോകാൻ. അവിടുന്ന് ഞാനാണെങ്കിൽ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്കും എനിക്ക് പോകാനുള്ള ബസ്സും വന്നായിരുന്നു. പിന്നെ അടുത്ത കയറി ബസ്സാണെങ്കിൽ ഒരു 10 മിനിറ്റോളം അവിടെ നിർത്തിയിട്ടിരുന്നു. എന്നിട്ടാണ് വണ്ടി എടുത്തത്. പക്ഷേ ഈ ബസ്സിനകത്തായിരുന്നു എനിക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു പോകാൻ. അങ്ങനെ ഫൈനലി ഞാൻ സ്ഥലത്തെത്തി. പക്ഷേ എനിക്ക് കുറേ സമയം എടുത്തായിരുന്നു സെൻറ്റർ കണ്ടുപിടിക്കാൻ. അങ്ങനെ സെൻറ്ററൊക്കെ കണ്ടുപിടിച്ച് നേരെ അഡ്മിഷനൊക്കെ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടൈം കഴിഞ്ഞ് നാളെ വരെ. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി നേരെ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ എന്തായാലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കൊരു ബസ് വന്നു. എൻ്റെ ഭാഗ്യത്തിന് എന്തായാലും ഈ ബസ് വല്ല തിരക്കില്ലാത്തപ്പോൾ എനിക്ക് ഇരിക്കാൻ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവനാണെങ്കിൽ എറണാകുളം പോകാൻ വേണ്ടി വരുക, ടൗണിൽ വെയിറ്റ് ചെയ്താൽ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഉച്ച സമയമായിട്ട് നല്ല ചൂടായിരുന്നു. തൊട്ടടുത്തൊരു മാള് പണിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കയറിയാണ് അവനെ വെയിറ്റ് ചെയ്ത് നിന്നത്. എന്തായാലും വലുതായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടാനെത്തിയേ. എന്തെന്ന് അറിയത്തില്ല, ഞാനും എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. എന്നെ കണ്ടപ്പോൾ തൊട്ട് ഒടുക്കത്തെ ചിരിയായിരുന്നു. അവൻ്റെ ചിരി നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു വാ നമുക്ക് എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ബേക്കറിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് 2 പപ്സും 2 ഷാർജയും വാങ്ങിച്ചേ. പിന്നെ ആണെങ്കിൽ ഷാർജയ്ക്ക് നല്ല തണുപ്പായതുകൊണ്ട് അത് കുടിച്ചു തീർക്കാൻ കുറച്ച് പാട് കേട്ടോ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ അവനെ ബസ് കയറ്റി വിടാൻ വേണ്ടി നേരെ KSRTC സ്റ്റാൻഡിലോട്ട് വന്നേ. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും അവന് പോകാനുള്ള ബസ് വന്നു. അവനെ നേരെ ബസ് കയറ്റി വിട്ടു. അപ്പം താണെങ്കിൽ എനിക്ക് വീട്ടിലോട്ട് വരാനുള്ള ബസ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ജംഗ്ഷനിൽ വന്ന് വണ്ടി ഇറങ്ങി പതുക്കെ വീട്ടിലോട്ട് നടന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്.